ഗൾഫ് മേഖലയിലെ രണ്ട് കരുത്തർ നേർക്കുനേർ വരുന്നു. സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് പാകിസ്ഥാനാണ്. സൗദി അറേബ്യ നൽകിയ അന്ത്യശാസനത്തിൽ വിറച്ചു നിൽക്കുന്ന ഇസ്ലാമാബാദിൽ നിന്ന് പുറത്തു വരുന്നത് നിർണായകമായ വാർത്തകളാണ്. പശ്ചിമേഷ്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ സൗദി അറേബ്യ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുകയാണ്. അങ്ങനെ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുമ്പോൾ യുഎഇയുമായിട്ടുള്ള അവരുടെ തർക്കം അതുപോലെ തന്നെ രൂക്ഷമാവുകയാണ്. ഇസ്രായേലിന്റെ പിന്തുണയോടെ യുഎഇ സൗദിക്ക് വെല്ലുവിളി ഉയർത്തുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ പോരാട്ടത്തിൽ പാകിസ്ഥാനും ഈജിപ്തും പെട്ടിരിക്കുകയാണ്. ആരുടെ കൂടെ നിൽക്കണം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാത്ത പാകിസ്ഥാനോട് സൗദി കടുത്ത അതൃപ്തിയിലാണ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ യുഎഇക്കെതിരെ ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് മുൻ പാക് ആർമി മേജർ ആദിൽ രാജ വെളിപ്പെടുത്തുന്നത്. ഇതുവരെ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന യുഎഇയെ മറികടന്ന് നേരിട്ട് സഹായം എത്തിക്കുമെന്ന് സൗദി പ്രഖ്യാപിച്ചതും ഈ അധികാര പോരിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങളെ ചേർത്ത് സൗദി അറേബ്യ ഒരു വലിയ സഖ്യം തന്നെ കെട്ടിപ്പടുക്കുകയാണ്. സുഡാൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ യുഎഇയെ പിന്തുണയ്ക്കുന്ന വിരുദ്ധ ഗ്രൂപ്പുകളെ തകർക്കുകയാണ് ഈ സഖ്യത്തിന്റെ ലക്ഷ്യം. പാകിസ്ഥാനും ഈജിപ്തും നിലവിൽ യുഎഇയോട് മൃദു സമീപനം കാണിക്കുന്നു എന്ന സംശയം സൗദിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിലപാട് വ്യക്തമാക്കാൻ പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിന് മേൽ സൗദി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന പാകിസ്ഥാന് സൗദിയുടെ സഹായം അത്യാവശ്യമാണ്. എന്നാൽ യുഎഇയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാനും അവർക്ക് കഴിയില്ല. അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം മുഹമ്മദ് ബിൻ സൽമാനെ കാണാൻ ജനറൽ അസീം മുനീർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സൗദി ഭരണകൂടം അദ്ദേഹത്തിന് സമയം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിന് പുറമെ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു പ്രധാന കരാർ സൗദി റദ്ദാക്കിയത് ഷഹബാസ് ഷെരീഫ് സർക്കാരിന് വലിയ തിരിച്ചടിയുമായിരിക്കുകയാണ്. അറബ് ലോകത്തെ ഈ ഒരു ചേരിതിരിവ് ഏഷ്യൻ രാഷ്ട്രീയത്തെയും ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സൗദിയുടെ കർശന നിലപാടുകൾക്ക് മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കുമോ അതോ യുഎഇയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുമോ എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. പശ്ചിമേഷ്യയിലെ ഈ അധികാര മാറ്റങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ന്യൂസ് ഇന്ത്യ മലയാളം.